ഇന്ന് ചിഞ്ചുവിന്റെ ബർത്ത്ഡേ ആണ്. ദൈവം നമ്മുടെ ചിഞ്ചുവിന് പല നല്ല ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട്. ചിഞ്ചു നല്ല സ്മാർട്ടാണ്, ചിഞ്ചുവിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അങ്ങനെ കുറെ നല്ല ഗുണങ്ങളുള്ള ഒരു പയ്യനാണ് ചിഞ്ചു. ചിഞ്ചുവിന് ക്ലാസ്സിലെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരും എന്നെ ഇതുപോലെ പൊക്കി പറഞ്ഞില്ല. സൈലൻസ്, സൈലൻസ്. എല്ലാവരും ശ്രദ്ധിക്കൂ. ഈ ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വരണം. ഞാൻ വരില്ല. സൺഡേ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന അമ്മയുടെ ഓർഡർ. ഞാൻ പറഞ്ഞാ നിന്റെ അമ്മ വിടില്ലേ? ഏത് കഴുതാന്ന് വിളിച്ചാലും വീടിന്റെ പുറത്തിറങ്ങരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ക്ലാസ്സിനും വരണ്ട. വെറുതെ അല്ല നീ ഇങ്ങനെ എല്ലാ പരീക്ഷകളും തോൽക്കുന്നത്. സ്പെഷ്യൽ ക്ലാസ്സിന് വരാത്തത് കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എന്ന് മാത്രം പറയരുത്. ഞാൻ പരീക്ഷയിൽ സ്ഥിരമായി തോൽക്കാൻ കാരണം എനിക്ക് പഠിക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ടാ. ടൈമില്ലെന്നോ? ഒരു വർഷം 365 ദിവസമില്ലേ? അതൊന്നും പോരെ നിനക്ക് പഠിക്കാൻ? ഓക്കെ, ഞാൻ പറയാം. അതായത് ഒരു വർഷം 365 ഡേയ്സ്, അതിൽ 52 സൺഡേസ്, ബാലൻസ് 330 ഡേയ്സ്. 50 ഡേയ്സ് ആർ സമ്മർ ഹോളിഡേയ്സ്. ഓക്കെ, അതിന് ഭയങ്കര ഹോട്ട്, സോ പഠിക്കാൻ ബുദ്ധിമുട്ടാ. ബാലൻസ് 263 ഡേയ്സ്, 8 hours ഡെയിലി ഫോർ സ്ലീപ്പിംഗ്. അപ്പോ 122 ഡേയ്സ് പോയി. ബാലൻസ് 126 ഡേയ്സ്, അതിൽ 40 ഡേയ്സ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്. ബാലൻസ് 86 ഡേയ്സ്, 2 hours ഡെയിലി ഫോർ ഫുഡ്. ഒരു കൊല്ലത്തിൽ 30 ഡേയ്സ് അതിന് വേണം. ദിവസം 1 മണിക്കൂർ വർത്തമാനം പറയാൻ വേണ്ടേ? കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ. ആ കണക്കിൽ 15 ഡേയ്സ് പോയി. ബാലൻസ് 41 ഡേയ്സ്. എക്സാം ഏതാണ്ട് 30 ഡേയ്സ് വരും. ബാക്കി 11 ഡേയ്സ്. വല്ല അസുഖവും വന്ന 4 ഡേയ്സ് പോയില്ലേ? ഫാമിലി ഫംഗ്ഷൻ അറ്റ്ലീസ്റ്റ് 6 ഡേയ്സ്. ഒരു കൊല്ലത്തിൽ നമ്മുടെ എല്ലാ അത്യാവശ്യങ്ങളും കഴിഞ്ഞാ പിന്നെ ബാക്കി ഒരു ദിവസം അതെന്റെ ബർത്ത്ഡേ, അതാഘോഷിക്കണ്ടേ? എഞ്ചിനീയറെ, ഇന്നലെ ഹോസ്പിറ്റലിൽ ഒരു സീരിയസ് കേസ് വന്നു. ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ വീട്ടിലായിരുന്നു. ഫോൺ വന്ന ഉടനെ 1/2 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലെത്തി. ഉടനെ ഓപ്പറേഷൻ നടത്തി. പക്ഷേ രോഗി മരിച്ചുപോയി. കഷ്ടമായിപ്പോയി. എന്നാലും വീട്ടിലായിരുന്നത് കൊണ്ട് അപ്പോഴെങ്കിലും എത്താൻ പറ്റി. പുറത്ത് വല്ലയിടത്തും ആയിരുന്നെങ്കിലോ? ഓപ്പറേഷൻ കൂടാതെ രോഗി രക്ഷപ്പെട്ടു പോയേനെ. ആരടാവൻ? നീ ആള് കൊള്ളാലോ. ഇങ്ങ് വന്നേ. എന്താ കാര്യം? ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ചേട്ടൻ ഡോക്ടർ, ഈ ചേട്ടൻ എഞ്ചിനീയർ. എന്നിട്ടാണോ ഞങ്ങളെ കളിയാക്കുന്നത്? സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ ബഹുമാനിക്കണം, കേട്ടാ? നിങ്ങളെക്കാൾ ഉന്നത സ്ഥാനത്ത് എന്റെ അച്ഛൻ, അറിയോ? ആരാ നിന്റെ അച്ഛൻ? തെങ്ങ് കയറ്റക്കാരനാ? അല്ല, എന്റെ അച്ഛൻ രാഷ്ട്രീയക്കാരനാ. ഓക്കെ, സമ്മതിച്ചു. ഡോക്ടർക്കും എഞ്ചിനീയർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്. പക്ഷേ ഒരു ഡോക്ടർക്കാണ് ഈ പറഞ്ഞ 3 പേരിലും ഏറ്റവും മഹനീയ സ്ഥാനമുള്ളത്. അതെന്താ? എഞ്ചിനീയർമാർ അത്ര മോശമാണോ? മോശമെന്നല്ല. ഹലോ, രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് എന്റെ അച്ഛന് പണിയുണ്ടാക്കി വെക്കരുത്. അതെങ്ങനെയാടാ നിന്റെ അച്ഛന് പണിയുണ്ടാവുന്നത്? ഇടനിലക്കാരനായി നിന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോ രാഷ്ട്രീയക്കാരൻ തന്നെയാ ഉന്നതൻ. അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ആദാമിന്റെ വാരിയെല്ലിൽ നിന്നാണല്ലോ ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്. അതായത് ആദ്യത്തെ ഓപ്പറേഷനാണ് ആദ്യം സംഭവിച്ചത്. അതുകൊണ്ട് ഒരു ഡോക്ടർ തന്നെയാ കേമൻ, അല്ലേ എഞ്ചിനീയറെ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരു ഡോക്ടർ തന്നെ ആയിരിക്കും കേമൻ. പക്ഷേ അതിനു മുമ്പ് മറ്റൊന്ന് നടന്നിട്ടുണ്ട്. അതിനു മുമ്പിലൂടെ ആരാ നടന്നത്? അതായത് ആകെ അലങ്കോലമായി കിടന്ന ഇവിടെ 6 ദിവസം കൊണ്ടാ ദൈവം ഭൂമി ഉണ്ടാക്കിയത്. അങ്ങനെ നോക്കുമ്പോ എഞ്ചിനീയറിംഗ് അല്ലേ ആദ്യം സംഭവിച്ചത്? അപ്പോ എഞ്ചിനീയർ തന്നെയാ മുകളിൽ. അല്ലല്ല, എന്റെ അച്ഛൻ, അതായത് രാഷ്ട്രീയക്കാരൻ തന്നെ ആയിരിക്കണം ആദ്യമുണ്ടായത്. അയ്യേ, ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, എഞ്ചിനീയറിംഗിന് മുമ്പ് ഇവിടെ എങ്ങനെ കിടന്നു എന്നാ പറഞ്ഞത്? അലങ്കോലമായി കിടന്നൂന്ന്. നേരാണല്ലോ. അതെ, ഈ അലങ്കോലമായ അവസ്ഥ ആരുണ്ടാക്കിയെന്നാ കരുതിയത്? എന്റെ അച്ഛൻ.
രാഗവിലോചനായി അതിലെ ഹലോ, ഗുണ്ട ബിനു സ്പീക്കിംഗ്. കൈവെട്ട് കാൽവെട്ട് എല്ലൊടിക്കൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, 2 കാലൊടിക്കുന്ന കൊട്ടേഷന് ഒരു കൈ ഫ്രീ ആയി ഒഴിച്ചു കൊടുക്കും. തട്ടിക്കൊണ്ടുപോയി പെരുമാറുന്നതിന് 999 ഓൺലി. ഗുണ്ടബിനുവാ പറയുന്നത്, ഗുണ്ടബിനു. 10 ആള് വന്നാ പുല്ല. ഗുണ്ടബിനുവിന് പുല്ല്. സോറി ഡാർലിംഗ്. എടി ഭാര്യയെ, ഞാൻ ആളറിയാതെ ഇനി എന്തോന്ന് കാര്യം? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനുണ്ടാക്കി തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്കിറങ്ങിയത്? അത് ശരി. വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണോ? എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ? ഹലോ 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 കട്ടായി. BP കൂടുതലാണല്ലേ? എടാ, ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ BP കൂടാതെ എന്ത് ചെയ്യും? ആ BP അല്ല, ഇത് BP. ഭാര്യയെ പേടി, അത് കൂടുതലാണല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ തട്ടിക്കളയാൻ ഞാൻ. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ, ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു. ആട്ടെ, ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത്? അറിയില്ലടാ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പേടിക്കാതെ, ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഹലോ, ഭ്രാന്താശുപത്രിയാണോ? അതെ, ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ? ഓക്കെ, ശരി. എടാ, എന്റെ ഭാര്യ ഒളിച്ചോടിയതിന് നീ എന്തിനാടാ ഭ്രാന്താശുപത്രിയിൽ വിളിച്ച കാര്യം തിരക്കിയത്? എന്റെ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും ഒടിച്ചോടുവോ? നീ പറഞ്ഞതൊരു വാസ്തവമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓ, അല്ലായിരുന്നെങ്കി ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ. ഈ ഗുണ്ടബിനി ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ. അത് നേരാണോ ചേട്ടാ? എടാ, എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ, മലയാളത്തിൽ പറഞ്ഞാ മതി. എടാ, കഴിഞ്ഞ ആഴ്ച തട്ടിയത് 7 എണ്ണത്തിന്, അതും ഒറ്റ കൊട്ടേഷനില്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു പേടിയില്ലാത്തത്. ഈ പുളുവടി കുണ്ടേ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 7 എണ്ണത്തിന് 140 ഉലുവ. ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേ. നീ ഇതാരോടും പറയരുത്. മാനം പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല. അല്ല, ചേട്ടന്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് കേട്ടു. അതെ, 3 എണ്ണം ഉണ്ട്. അൾസേഷനാ. ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്കും 3 കുട്ടികൾ. 3 6 കുട്ടികൾ. ചേട്ടൻ അൽസേഷനാണോ? വേണ്ട ഡാ ടിൻഡുമോനെ, നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് കളി വേണ്ട. അൽസേഷനായിരുന്നെങ്കി കുറച്ചുകൂടി ഉശിരി കണ്ടേനെ. നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്നാടാ നീ കരുതിയത്? നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടബിനുവിനെയാണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത്? ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ, നീ ഇവിടുന്ന് പറക്കും. നീലന്തോടാതെ പറക്കും. ദേ, ഒളിച്ചോടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളു കാര്യം. BP കൂടിയ ഏത് ഗുണ്ടയും പറക്കും. ദൈവമേ, ഗുണ്ടബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെയായാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു.